Next, coordination between basic and consumer industries. The balanced development of basic and consumer industries essential for economic growth. ബേസിക് ആയിട്ടുള്ള അതുപോലെ കൺസ്യൂമർ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ് തമ്മിൽ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. എങ്കിൽ മാത്രമേ ഇക്കണോമിക് ഗ്രോത്ത് നടക്കുകയുള്ളൂ. The industrial policy encourages development of basic and key industries on the one hand, while attention is paid to the development of consumer industries on the other hand. ഈ ഇൻഡസ്ട്രിയൽ പോളിസി ഒരു കയ്യിൽ ബേസിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് ഡെവലപ്മെൻറ്റും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കയ്യിൽ കൺസ്യൂമർ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റും അതിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. Thus, by balanced and coordinated development of both the types of industries, it provides a pace to economic growth. അങ്ങനെ രണ്ട് ഇൻഡസ്ട്രീസിനും ഡെവലപ്മെൻറ്റിന് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത് കാരണം അതുവഴി ഇക്കണോമിക് ഗ്രോത്തും നടക്കുന്നുണ്ട്. Then coordination between small scale and large scale industries. Industrial policy plays a vital role in coordinated development of small scale or cottage industries and large scale industry. ഈ കുടിൽ വ്യവസായങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് വലിയ കമ്പനികളും ഫാക്ടറീസും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഇത് രണ്ടും തമ്മിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ പോളിസി ലക്ഷ്യം വെക്കുന്നത്. ദീസ് ഇൻഡസ്ട്രീസ് ക്യാൻ ബി മെയ്ഡ് മ്യൂച്വലി ഹെൽപ്ഫുൾ ടു ഈച്ച് അതർ ത്രൂ ദ പ്രൊവിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി. ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ഇത് രണ്ടും അങ്ങോട്ട് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയ രീതിയിൽ പ്രവർത്തിക്കാനായിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസിയിൽ പറയുന്നത്. Then cordial industrial relation. A comprehensive industrial policy is needed to establish cordial relation between workers and management. ജോലിക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ നല്ല സഹകരണത്തോടെ പോകാനായിട്ടാണ് നല്ലൊരു ഇൻഡസ്ട്രിയൽ പോളിസി നിർദ്ദേശിക്കുന്നത്. കോർഡിയൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ എസെൻഷ്യൽ ഫോർ റാപ്പിഡ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ. അങ്ങനെ രണ്ടുപേരും അതായത് വർക്കേഴ്സും മാനേജ്മെൻറ്റും നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ റാപ്പിഡായിട്ട് പെട്ടെന്നും അതുപോലെ തന്നെ നിലനിന്ന് പോകുന്നതുമായ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയുള്ളൂ. Then utilization of foreign assistance. An appropriate industrial policy helps to attract foreign capital and entrepreneurs. ഒരു നല്ലൊരു ഇൻഡസ്ട്രിയൽ പോളിസി ഫോറിൻ ക്യാപിറ്റൽ കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ ഫോറിൻ എൻ്റർപ്രനേഴ്സിനെ അട്രാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ളതായിരിക്കും. The foreign aid can be used in the national interest if an appropriate industrial policy is pursued. പുറത്തുനിന്നുള്ള ഫോറിൻ കൺട്രീസിൻ്റെ സഹായങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. Then industrial policies in India. The industrial policies for the development and promotion of industrial enterprises in the country are explained below. നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പ്രൊമോഷനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഓരോ സമയങ്ങളിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഇൻഡസ്ട്രിയൽ പോളിസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ IPR 1948. 1948 ആണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നത്. അതിൽ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1948 was the first major policy of independent India, which was launched to lay the foundation of a mixed economy in which both private and public enterprises would march hand in hand to accelerate the pace of industrial development. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ പോളിസി ആണ് 1948 കൊണ്ടുവന്നത്. IPR എന്നാണ് പറയുന്നത്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഒരു മിക്സ്ഡ് എക്കോണമിയുടെ അടിത്തറയാണ് ആ ഒരു പോളിസി വഴി കൊണ്ടുവന്നത്. അതിൽ ഈ മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറും അതുപോലെ പബ്ലിക് സെക്ടറിലുമുള്ള എൻ്റർപ്രൈസസ്, അതായത് ഗവൺമെൻറ്റിൻ്റെ എൻ്റർപ്രൈസസും ഉണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ എൻ്റർപ്രൈസസും ഉണ്ട്. അത് രണ്ടുപേരും ഒരു കൈ പിടിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷനാണ് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ഒരു സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു റെസൊല്യൂഷൻ കൊണ്ടുവന്നത്. ആ പോളിസിയുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. ഇവിടെ ഈ പോളിസിയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു തരംതിരിവ് ഉണ്ടായിട്ടുണ്ട്.
Under this policy, the large industries were classified into 4 categories. Main ആയിട്ട് 4 category എടുത്തിട്ടുണ്ട്. ഒന്ന് strategic industries, basic or key industries, important industries and other industries. First one, strategic industries. This category include 3 industries in which central government had monopoly. Central government മാത്രം കൺട്രോളിൽ വരുന്ന ഇൻഡസ്ട്രീസ് ആണ് ഈ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസിൽ വരുന്നത്. എൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആംസ് ആൻഡ് അമ്യൂണിഷൻ, അറ്റോമിക് എനർജി ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ട്. അതായത് യുദ്ധോപകരണങ്ങളും അതുപോലെ തന്നെ റെയിൽവേ ട്രാൻസ്പോർട്ടും അതുപോലെ അറ്റോമിക് എനർജിയും ഒക്കെ ആണ് ഈ ഒരു ഇൻഡസ്ട്രീസിൽ ഉൾപ്പെടുന്നത്. അത് മുഴുവനായും കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളിൽ വരുന്ന ഇൻഡസ്ട്രീസ് ആണ്. Basic or key industries. Key industries include 6 industries, namely coal, iron and steel, aircraft manufacturing, shipbuilding, manufacture of telephone, telegraph, wireless apparatus and mineral oil. It was decided that new industries in this category would be set up only by the central government. However, the existing private sector enterprises are allowed to continue. അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇൻഡസ്ട്രീസ്, അതായത് കോള്, അതുപോലെ അയൺ ആൻഡ് സ്റ്റീൽ, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, ഷിപ്പ് ബിൽഡിംഗ്, മാനുഫാക്ചർ ഓഫ് ടെലിഫോൺ, ടെലിഗ്രാഫ്, വയർലെസ് അപ്പാരറ്റസ് ആൻഡ് മിനറൽ ഓയിൽ, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള എൻ്റർപ്രൈസസിന് അവർക്ക് തുടരാം. അവർക്ക് വീണ്ടും അവരുടെ ഇൻഡസ്ട്രീസ് ഒക്കെ തുടരാൻ നിർത്തിപ്പോകണമെന്നല്ല പറയുന്നത്. പക്ഷേ പുതിയതൊരെണ്ണം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുതിയ ഇൻഡസ്ട്രീസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ആണ് ബേസിക് ഓർ കീ ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ്. 18 industries are kept in the important industries category. They include heavy chemicals, sugar, cotton, textiles and woolen industry, cement, paper, salt, machine tools, fertilizer, rubber, air and sea in transport, motor, tractor, electricity, etc. These industries will continue to remain under private sector. ഈ ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ തുടരാനായിട്ട് അനുവാദം കൊടുത്തു. However, the central government in consultation with the state government will have general control over them. എന്നാൽ പോലും സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് ഈ പറഞ്ഞ ഇൻഡസ്ട്രീസിന് മേലെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. Then other industries. All other industries which are not included in the above mentioned 3 categories are left upon for private and cooperative sector. However, government could impose control on these industries also. ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രീസിൽ വരാത്ത മറ്റ് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഈ അതർ ഇൻഡസ്ട്രീസ് എന്നുള്ള കാറ്റഗറിയിൽ വെച്ചിരിക്കുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിനും കോപ്പറേറ്റീവ് സെക്ടറിനും അത് തുറന്നു കൊടുത്തിരിക്കുക. അവർക്ക് ആ ഇൻഡസ്ട്രീസ് തുടങ്ങാം. എന്നാൽ പോലും ഗവൺമെൻറ്റിന് ഈ ഇൻഡസ്ട്രീസിന് മേലെ ഒരു കൺട്രോള് കൊണ്ടുവരികയും ചെയ്യാം.